ദുഃഖം സർവം വഹിക്കും മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം, എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. സുഹൃത്തുക്കളില്ലാത്തവർ ആരും തന്നെയില്ല എന്ന് കരുതുന്നു. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നല്ല സുഹൃത്ബന്ധത്തിലുള്ളവരാണ്. സ്വന്തം കുടുംബത്തിൽ പങ്കുവയ്ക്കാത്ത പല കാര്യങ്ങളും ആത്മസുഹൃത്തുക്കൾ തമ്മിൽ പങ്കുവയ്ക്കാറുണ്ട്. നല്ല സ്നേഹിതന്മാർ എന്ന പോലെ തന്നെ ദുഷ്ടലാക്കോടെ സുഹൃത്തുക്കളാകാൻ ശ്രമിക്കുന്നവരും ഇക്കാലത്തുണ്ട്. അത് എക്കാലത്തുമുണ്ട്. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി ഒഴിവാക്കിയാൽ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അതാണ് ആരോഗ്യകരമായ സൗഹൃദം എന്ന് പറയുന്നത്. ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ ഈ സൗഹൃദം വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ബൈബിൾ എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ആരംഭം മുതൽ ദൈവം മനുഷ്യനുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായി ബൈബിൾ പറയുന്നുണ്ട്. ആദ്യ മനുഷ്യനായ ആദാമും ദൈവവുമായി എന്നും കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യർ തമ്മിലും ഈ സ്നേഹബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. തനിക്ക് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. ഉൽപ്പത്തി 2:18. അങ്ങനെ ആദ്യത്തെ കുടുംബം ഈ ഭൂമിയിൽ നിലവിൽ വന്നു. മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. എന്നാൽ മനുഷ്യരിലേക്ക് പാപം പ്രവേശിച്ചപ്പോൾ ഈ ആത്മബന്ധത്തിന് വിള്ളൽ വന്നു. പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം രൂപപ്പെട്ടു. മാത്രമല്ല, അവരുടെ സന്തതി പരമ്പരകളിൽ വലിയ വ്യത്യാസങ്ങൾ അത് മുഖാന്തരം ഉണ്ടായി. സ്വന്തം സഹോദരനെതിരെ കോപിക്കുവാനും കൊല്ലുവാനും ഇടയായ രംഗങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള തലമുറകളെല്ലാം അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാകുവാനിടയായി തീർന്നു. പാപമാണ് അതിന് മുഖാന്തരമായി തീർന്നത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള സ്നേഹബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്നേഹം കുറഞ്ഞാൽ അവരെ അപായപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. വൈരാഗ്യ മനോഭാവമാണ് അതിൽ ഉടലെടുക്കുന്നത്. ബൈബിൾ പറയുന്നു, ദൈവം സ്നേഹമാണ്. മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച ദൈവം ക്രിസ്തുവിലൂടെ അത് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്ത ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ അത് തെളിയിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന ചെയ്ത് തന്നെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വന്ന യൂദയെ യേശു അഭിസംബോധന ചെയ്തത് സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ടാണ്. തന്നെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്തവരോട് പ്രതികാര മനോഭാവമില്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെയാണ്. യോഹന്നാൻ 15:13-14 വാക്യങ്ങൾ. സെയിൻറ്റ് പോളിൻ്റെ വാക്കുകളും ശ്രദ്ധേയമാണ്. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണം ചെയ്തതിനു വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. റോമർ 5:7-8 വാക്യങ്ങൾ. ഇന്ന് ലഹരിയോടാണ് പുതുതലമുറയ്ക്ക് താല്പര്യം. അത് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ സ്നേഹം മാറി ക്രൂരന്മാരായിട്ട് മാറുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് ഉള്ളത്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തും അതാണ്. ക്രിസ്തു പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ക്ഷമിക്കാനും കഴിയും. ജ്ഞാനിയായ സോളമൻ ഈ കാര്യത്തിൽ പറയുന്ന വാക്യപ്രകാരമാണ്, സ്നേഹത്തിന് എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സ്നേഹിതരായിട്ട് മാറും. ശത്രുക്കൾ ആരും ഇല്ലാതാകും. വിദ്വേഷം ഇല്ലാതാകും. കുടുംബവും സമൂഹവും നാടും അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ആദ്യം ദൈവത്തെ സ്നേഹിക്കുക. അതിനോട് ചേർന്ന് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് കഴിയും. ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. പരസ്പരം സൗഹൃദം പങ്കുവെച്ച് നമുക്ക് ജീവിക്കാം. ഗോഡ് ബ്ലസ് യു. നന്മകൾ ഓരോന്നും ചെയ്തിടുമ്പോൾ
എത്ര നല്ല സഖിയേശു നന്മകൾ ഓരോന്നും ചെയ്തിടുമ്പോൾ പാടിടുമേ ഞാനൻ മനമോടെ, പാടിടുമേ ഞാനൻ മനമോടെ. ആയുസ്സിൻ നാളുകളെല്ലാം